മത്തായി 26:31. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആണ്ടുകൾക്ക് മുൻപ് സഖരിയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചന നിവൃത്തിയാണ് ഇവിടെ നാം കാണുന്നത്. ഒരു കൂട്ടം ആടുകളെ നയിക്കുന്ന ഇടയനെ വകവരുത്താതെ ഒരിക്കലും ആടുകളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാർക്കും ഒരു ഇടയനായിരുന്നു. തൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ ഒരു സൂചനയായിരുന്നു ഇത്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. ആരൊക്കെ കർത്താവിനെ തള്ളിപ്പറഞ്ഞാലും താൻ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് തന്നെയാണ് ആദ്യം കർത്താവിനെ തള്ളിപ്പറയുന്നത്. അതും കർത്താവ് സൂചന നൽകി ഏതാനും മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോൾ. ഒരു ഇടയൻ്റെ അഭാവത്തിൽ ആടുകൾക്ക് എന്തെല്ലാം സംഭവിക്കുമെന്ന് ഈ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇടയനില്ലെങ്കിൽ മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന്